നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യാത്ര പോകുമ്പോൾ കണ്ട ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ടും പറയാം. ചിലവർക്കൊക്കെ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യത്തിന് തിരക്കുണ്ട്. കാലത്തായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ആൾക്കാരെ അത്യാവശ്യത്തിന് തിരക്കുണ്ട്. അപ്പോൾ നമ്മളവിടെ ഉള്ളിൽ കയറിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഒരു ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നു. അത്യാവശ്യത്തിന് തിരക്കുണ്ട്, മോർണിംഗ് ടൈം ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മുടെ ഓർഡർ എടുത്തിട്ട് പോയിട്ടോ. എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് മസാല ദോശയാന്ന് പറഞ്ഞപ്പോൾ ഓർഡർ എടുത്തിട്ട് പോയി. ആ ചേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊടുന്ന് വെച്ചു. നമ്മുടെ ദോശ വരാൻ കുറച്ച് ടൈം എടുക്കും നമ്മൾ വിചാരിച്ചത്, പക്ഷേ സംഭവം ടപ്പേന്ന് ചേട്ടൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മസാല ദോശയുടെ പാത്രത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ചതി നടന്ന കാര്യം മനസ്സിലായത്. സാമ്പാറും ചട്നിയും ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുമ്പോഴാണ് ആ ചേട്ടൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി വന്നിട്ട് സാമ്പാറും ചട്നിയൊക്കെ നമുക്ക് വിളമ്പി തന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, നമ്മൾ അന്തം വിട്ടിട്ടുള്ള ഇരിപ്പായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ദോശയുടെ സൈഡൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് സാമ്പാർ, തേങ്ങ ചട്നി, ഒപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തക്കാളി ചട്നി ഉണ്ട്, അതിലും കൂടി ഒന്ന് മുക്കിയിട്ട് ഒരു കഷ്ണം ഒന്ന് കടിച്ച് നോക്കി. ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ദോശയുടെ ഒപ്പമുള്ള ഉഴുന്നുവടയും കൂടി എടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്നൊരു ചെറിയൊരു കഷ്ണം കടിച്ചു. ദോശയെ പോലെ ഉഴുന്നുവടയും കൊള്ളാം. തൽക്കാലം ഞാൻ ആ ഉഴുന്നുവടേനെ ആ സൈഡിലേക്ക് വെച്ചു, ദോശയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ മസാല മാത്രം എടുത്തൊന്ന് കഴിച്ചു നോക്കി. മസാലയിൽ എനിക്ക് അത്യാവശ്യത്തിന് കറിവേപ്പില കിട്ടിയിട്ടാണ്, കുറച്ചധികം കറിവേപ്പില. അത് നമ്മളങ്ങോട്ട് ആ സൈഡിലേക്ക് മാറ്റി വെച്ചു. ആ മസാലയും ആ ദോശയും സാമ്പാറും കൂടിയിട്ട് ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മസാല ദോശയോടൊപ്പം സാമ്പാറാണ് അടിപൊളി കോമ്പിനേഷനായിട്ട് തോന്നിയത്. മസാല ദോശയിൽ മസാലയുടെ ടേസ്റ്റ് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അങ്ങനെ ദോശ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ വന്നു കേട്ടോ. ഇവിടെ തേങ്ങ ചട്നി അതുപോലെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്നി ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടിയും എനിക്കിഷ്ടമായത് മസാല ദോശയുടെ ഒപ്പം ആ സാമ്പാർ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് സാമ്പാറും ദോശയും തമ്മിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളെ ദോശ കൊണ്ട് ഏകദേശം കഴിഞ്ഞു. സ്വല്പം ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ ഉഴുന്നുവടയിലേക്കാണ്ട് കടന്നു. ഉഴുന്നുവടയും ആ തക്കാളി ചട്നി ഉണ്ടല്ലോ, നല്ലൊരു കോമ്പിനേഷനാണ്. ദോശയുടെ ഒപ്പം സാമ്പാറും ഉഴുന്നുവടയുടെ ഒപ്പം ആ തക്കാളി ചട്നി, അതാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷനായിട്ട് തോന്നിയത്. ഉഴുന്നുവടയെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല ക്രിസ്പി ക്രഞ്ചായിട്ടുള്ള ഉഴുന്നുവട, നല്ല മുരിഞ്ഞിട്ടുള്ള ഉഴുന്നുവട കഴിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ നല്ല ഊണുണ്ട് കേട്ടോ. 90 രൂപയാണ് വരുന്നത്. 12 കൂട്ടം കറികളും ഒപ്പം നല്ല പായസമൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഊണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറത്താട്ടോ. നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം സംസ്ഥാന പാതയില്ലേ, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ശ്രീ ഗണപതി ഭവൻ വെജിറ്റേറിയൻ ഹോട്ടൽ. ഈ വഴി പോകുമ്പോൾ വെജിറ്റേറിയൻസിന് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഹോട്ടൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാട്ടോ. അതുവരേക്കും